ഹായ് ഹലോ അമൃത്സ്വാമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ മുകളിൽ അല്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ഒന്നുമല്ല, ഇവിടെ എവിടെ നോക്കിയാലും പണികൾ മാത്രമേ ഉള്ളൂ. അപ്പം മുകളിൽ എന്തോ ഒരു വർക്കിന് കയറിയപ്പോൾ ഓട് ഇറക്കി താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാഡർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആള് കയറിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കയറിയതാണിപ്പോൾ. അപ്പോൾ മഴ വരുന്നുണ്ട്. അപ്പോൾ എങ്ങാനും ചാറലോ മഴത്തുള്ളിയൊക്കെ ഒലിച്ചിറങ്ങണ്ട കമ്പിയുടെ ഉള്ളിൽ കൂടെ. കമ്പിയുടെ നമുക്കതിന് ക്ലോസ് ചെയ്യാനൊരു സംഭവമുണ്ട്, അത് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ തുരുമ്പ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കാം, പറ്റാവുന്നത് കവർ ചെയ്ത് വെക്കാം. ബാക്കി അവർ വന്ന് അത് കട്ട് ചെയ്ത് റെഡിയാക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് മുകളിൽ കയറി ഓട് സെറ്റ് ചെയ്യാണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലെ അല്ല, അപ്പോൾ സന്ധ്യ നേരത്തുള്ള പരിപാടിയാണിത്. ഇനി ഇങ്ങനത്തെ കുറേ പണി കാണും. മുറ്റത്ത് മുഴുവനും ഇതേപോലത്തെ കുറേ പണികളുണ്ട്, കുറേ വേസ്റ്റുകളുണ്ട്, കുറേ കൊണ്ട് കളയാനും. കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടോ. ഇനിയിപ്പോൾ വേറെ ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ പിന്നെ പതിയെ പതിയെ ഇങ്ങനെ ചെയ്തു തുടങ്ങുകയാണ്. അത് കാരണം ഇപ്പോൾ വെറുതെ ഇരിക്കാൻ നേരമില്ല. ഭയങ്കര ക്ഷീണവും ഉറക്കം ശരിയാവുന്നില്ല. പിന്നെ വൈകിട്ട് ചില ദിവസങ്ങളിൽ പണിക്കാരുണ്ട്, അപ്പോൾ ലേറ്റായിട്ടാണ് പോവാം. അപ്പം അത് കാരണം എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളാണ്. ഏട്ടൻ്റെ അടുത്ത ദിവസം തൊട്ടിട്ട് ഡ്യൂട്ടിക്കും പോകണം. ഇവിടെ മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മളുടെ പറമ്പിൽ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാട്ടോ വീട് വെച്ചത്. ഫുള്ള് തേക്കും തൈ ആയിരുന്നു. അപ്പം നമുക്ക് കട്ട് ചെയ്യാതെ ഇരിക്കാൻ വയ്യാത്ത കാരണം അത് ഫുള്ളും കട്ട് ചെയ്തിട്ടാണ് വീട് വെച്ചത്. അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് ഇരിക്കാൻ തണലില്ലാത്ത പോലെയാണ് വെയിൽ. അപ്പം നല്ല ചൂടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രതീക്ഷിച്ച ചൂടില്ല കേട്ടോ. കാരണം വീട് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം ചൂട് കുറവാണ്. എ സി വെക്കണം എന്നുള്ളത് ഒരൊറ്റ ഇതായിരുന്നു, അല്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എല്ലാവരും തന്നെ പറഞ്ഞത്, കോൺട്രാക്ടറും എല്ലാവരും പറഞ്ഞു നല്ല ചൂടാട്ടോ, ഒരു രക്ഷയില്ല, വീട് പണി കഴിഞ്ഞ് കയറുമ്പോൾ എ സി വെക്കണമെന്ന്. പക്ഷെ അതിന് മാത്രമുള്ള ചൂടൊന്നും ഇല്ല കേട്ടോ, ഫീൽ ചെയ്യുന്നില്ല. ഉച്ച സമയത്ത് കുറച്ച് നേരം ഉണ്ട്, അത് നമ്മൾ ഫാൻ ഇട്ടിരിക്കുമ്പോൾ പോവാവുന്ന ചൂടേ ഉള്ളൂ. അതിന് മാത്രം ഓവറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. തൊണ്ടയൊക്കെ ഭയങ്കര കിച്ചിക്കിച്ചായിട്ടിരിക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. കാരണം ഒന്നുറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. രാവിലെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്, മഞ്ഞ് പെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം ഇതിനപ്പുറത്ത് പാടമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇനി വരും ദിവസങ്ങളിൽ കാണിച്ചു തരാം. ഇപ്പം വെറുതെ ഇരിക്കാൻ നേരമില്ല. എന്ന് വെച്ചാൽ മുറ്റത്ത് മുഴുവനും കുറേ വേണ്ടാത്തതും വേണ്ടതും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏതാ എടുത്ത് കളയേണ്ടത്, എടുത്ത് വെക്കേണ്ടതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ ഒരു സെക്ഷൻ രണ്ടാൾക്കാരെ വിട്ടിട്ട് അവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അവിടെ വീടിൻ്റെ ചുറ്റും ടൈലും പ്ലംബിങ്ങിൻ്റെയും ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് അറിയില്ല എടുത്ത് മാറ്റാനായിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പം അത് കാരണം ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മൾ രാവിലെ മുറ്റത്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ സൈഡിലേക്ക് എടുത്തിടും. എന്നാലത് മൊത്തം കഴിഞ്ഞാലേ ഇനി അവർ ക്ലീൻ ചെയ്ത് തരുള്ളൂ. നമ്മളിത് ഇടയിൽ കയറി ഇരുന്ന കാരണം അവർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ലല്ലോ. മഴ വരുമ്പോഴത്തേനും മുറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കണമെന്നുണ്ട്, ഇല്ലെങ്കിൽ ചളിയാവും. ഇവിടെ ചുവന്ന മണ്ണാണ്, അത് കാരണം കാലിലൊക്കെ ചെരുപ്പിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പോവില്ല. നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാട്ടോ. എന്തെങ്കിലും നട്ട് കഴിഞ്ഞാലൊക്കെ പിടിക്കും, നല്ല മണ്ണാണ്. പിന്നെ ഈ ഓട് വെച്ച ഭാഗം നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെയും ലിവിങ്ങിൻ്റെയും ഏരിയ ആണ് കേട്ടോ, മുകളിലെ ഈ സെക്ഷൻ കാണുന്നത്. പിന്നെ അടുത്തത് കാണുന്നത് നമ്മുടെ പുകക്കുഴലിൻ്റെ ഭാഗമാണ്, ചിമ്മിനിയുടെ ഭാഗമാണ് കേട്ടോ ഇത് ഈ ഓടിട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.